ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ മോനാണ് സുട്ടു. ധ്രുവിക് ബി ഇതെന്നാണ് ഒറിജിനൽ നെയിം. സുട്ടു നമ്മൾ വിളിക്കും. അപ്പോൾ സുട്ടുവിന് വേണ്ടിയിട്ട് നമ്മളൊരു കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ കളിപ്പാട്ടം കേട്ടോ. അത് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല രീതിയിൽ പാക്കിങ് ചെയ്ത് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മളൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മ്യൂസിക് സിസ്റ്റം വർക്കാവുന്നില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ട് അത് റിട്ടേൺ ചെയ്തിട്ടില്ല, എക്സ്ചേഞ്ച് ചെയ്തു. എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒന്ന് വരുത്തിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്തത് അതിൻ്റെ മ്യൂസിക് സിസ്റ്റം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതേപോലെ പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിട്ടേൺ അടിക്കാമല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. എനിക്ക് തോന്നിയായിരുന്നു പൊട്ടിച്ചപ്പോഴേ നല്ല ഗുഡ് പാക്കിങ്ങും എല്ലാം ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം ഓരോ സാധനങ്ങളിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു എല്ലാം ഉണ്ടോ എന്നൊക്കെ. കാരണം എനിക്കിത് അറിയാം, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ചേട്ടൻ്റെ മോളുടെ കുഞ്ഞിന് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോഴത്തേക്ക് എനിക്കറിയാം ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളിലുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുഞ്ഞിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ മോളുടെ കുഞ്ഞിന്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളുണ്ടോയെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനിത് ഫസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നല്ലോ, നേരത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നല്ലോ. അതിൻ്റെ ബാറ്ററി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ബാറ്ററിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടക്കിനെ അതൊക്കെ എടുത്ത് ഇട്ട് നോക്കി. അപ്പോഴത്തേക്കും അത് വർക്കായപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിങ്ങനെ വർക്കായപ്പോൾ കുഞ്ഞിനൊക്കെ ഒരു സന്തോഷം എനിക്കായിരുന്നു. ഇത് വർക്കായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അതങ്ങ് ഫിറ്റ് ചെയ്യാൻ നോക്കി. അതിങ്ങനെ 2 സൈഡും സ്ക്രൂ ഒക്കെ വെച്ചിട്ട് സ്ക്രൂ പോലെ ആ ഒരു മണ്ണ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. നല്ല രീതിയിൽ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരമാവും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിനും എല്ലാത്തിനും നല്ല രീതിയിൽ ഉപകാരമാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇത് സുട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സുട്ടു എപ്പോഴും ഇതിൽ കളിക്കും. സുട്ടുവിനാണെങ്കിൽ അതിൻ്റെ ഈ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, അതിലെ ഓരോ സാധനങ്ങളും അതിൽ നടുക്ക് മിറർ അപ്പുറം ഇപ്പുറം പാണ്ടയുടെ ഒരു ഇതൊക്കെ ആയിട്ട് ഒരു സംഭവം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കരമായിട്ട് യൂസ് ആവും. അതെല്ലാം കയ്യിലാക്കി കൊടുത്താലും കളിക്കും. പിന്നെ കാലിട്ട് ചവിട്ടി നല്ല രീതിയിൽ കളിക്കും. കൊച്ച്. അതായത് ചുട്ടുവിനും ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെ എല്ലാ കളിപ്പാട്ടങ്ങളും ഇങ്ങനെ തൂക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല കളിപ്പാട്ടം, കുട്ടികൾക്ക് പറ്റിയ സൂപ്പറായിട്ടുള്ള നല്ലൊരു കളിപ്പാട്ടം. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊരു കളിപ്പാട്ടം തന്നെയാണ്. ഇപ്പോൾ ഇത് സുട്ടും ആദ്യം കൂടെ എടുത്ത് കളിക്കാറുണ്ട്. ഈ കളിപ്പാട്ടം എടുത്ത് പിന്നെ മ്യൂസിക് സിസ്റ്റം ഊരിയിട്ട് ആദ്യം കളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ സുട്ടുവിനെ ഇതിലോട്ട് കിടത്തി, ഈ കളിപ്പാട്ടത്തിലോട്ട് കിടത്തി നോക്കി. സൂപ്പറായിട്ട് സുട്ടു ഭയങ്കരമായിട്ട് ഇതിലോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. സുട്ടിന് ഭയങ്കര ഇഷ്ടമായി. സുട്ടു തുടക്കത്തിൽ ആ കളിപ്പാട്ടങ്ങളിലോട്ടാണ് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തത്. ഭയങ്കരമായിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് ആ കളിപ്പാട്ടത്തിലോട്ട് ഭയങ്കരമായിട്ട് കളിച്ച് പിന്നെ ചവിട്ടി കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഫസ്റ്റ് 1-2 പ്രാവശ്യം സുട്ടിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് സംഭവം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ സുട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നൂത്ത് നമ്മൾ ഇരുത്തിയും കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നൂത്തിരുത്താൻ പറ്റും കേട്ടോ. അതിൻ്റെ ഈ സ്ക്രൂ കുറച്ച് ലൂസാക്കിയിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ചരിച്ചു കൊടുത്തിട്ട് സ്ക്രൂ നാം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് നല്ല രീതിയിൽ ഉപകാരമാവും. ഇരിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ. എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ബായ്. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബായ്.